പുല്ല് കഴിക്കുന്ന വേറൊരാളുടെ പേര് പറഞ്ഞേ. പുല്ല് കഴിക്കുന്ന വേറൊരാള്. യെസ്, പുല്ല് കഴിക്കാൻ വേണ്ടി മാൻ വരികയെന്ന് വിചാരിച്ചു. മാൻ. ഓക്കെ, ഇതാണ് ഡീർ. മാൻ. മാന് പുല്ല് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് മാന് കഴിച്ച ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പോ അവിടെ വിശന്ന് വലഞ്ഞിരിക്കുന്ന ആരുണ്ടായിരുന്നു? നമ്മുടെ സ്വന്തം ടൈഗറിനെ മിസ് വരയ്ക്കുന്നില്ല കേട്ടോ, കടുവ. കടുവ എന്ത് ചെയ്യും? മാനിനെ അങ്ങോട്ട് പിടിച്ചു കഴിക്കും അല്ലെ. അപ്പൊ എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മിസ് എല്ലാ തവണയും പറയുന്നത് പോലെ ഗ്രാസ്, ഇത് സിമ്പിൾ ആണ് അല്ലെ. ഗ്രാസിനെ കഴിക്കാൻ വേണ്ടി, പുല്ല് കഴിക്കാൻ വേണ്ടി ആര് വരുന്നു? പുൽച്ചാടി വരുന്നു. പുൽച്ചാടി വരുന്നു. അതിനെയാണ് നമ്മൾ ഗ്രാസ് ഹോപ്പർ എന്ന് പറയാം. ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി. പുൽച്ചാടിനെ കഴിക്കാൻ ആര് വരുന്നു? നമ്മുടെ സ്വന്തം പോക്രാച്ച് തവള വരുന്നു അല്ലെ. അല്ല, പോക്രാച്ച് അല്ല, പോക്കാൻ തവള വരുന്നു. ദെൻ തവളയെ കഴിക്കാൻ വരുന്നതാണ് ആര്? നമ്മുടെ സ്നേക്ക്, പാമ്പ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അല്ലെ. ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? എല്ലാ ജീവികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുകയാണ് അല്ലെ. ഇപ്പൊ നോക്കിക്കേ, ഈ പുല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഡീർ ഉണ്ട്, പിന്നെ എന്റെ മക്കൾ ഓൾറെഡി പറഞ്ഞു ഗോട്ട്, ആടുണ്ടല്ലേ, ബേ ഉണ്ട്, കൗ ഉണ്ട്, പശു ഉണ്ട്, ഇങ്ങനെ എല്ലാ റാബിറ്റ് ഉണ്ട് അല്ലെ. അങ്ങനെ കുറെ ജീവികൾ ഈ പുല്ലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അതാണ് ഒരു ജീവിയുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ജീവികൾ അത് എഫക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ചെയിനിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആഹാര ശൃംഖല. ആഹാര ശൃംഖല. ഓക്കെ.